ഇസ്രായേലിൽ ദ്രുതഗതിയിലുള്ള ചില അപ്ഡേറ്റുകൾ അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആയത്തുള്ള ഖമനിയുടെ ഔദ്യോഗിക വസതിയുടെ ലഭ്യമായ ചിത്രങ്ങളിൽ അവിടെയുള്ള നിരവധി കെട്ടിടങ്ങൾ തകർക്കപ്പെട്ട നിലയിലാണ് എന്ന് പറയുന്നു. പടിഞ്ഞാറൻ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മിസൈൽ ലോഞ്ചറുകളടക്കം നൂറുകണക്കിന് ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങളെ തടയാൻ വ്യോമസേന സജ്ജമാണെന്നും ഇസ്രായേൽ ഒഫീഷ്യലി തന്നെ ഒരു പ്രസ് റിലീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ പടിഞ്ഞാറൻ ഇറാൻ മേഖലയിലും ഇപ്പോൾ അതിരൂക്ഷമായ ആക്രമണം നടക്കുകയാണ് എന്ന് പറയുന്നു. ഐസൺ, സർവനാശം അതല്ലാതെ ഇനി പിന്നോട്ടില്ല എന്ന ട്രംപിന്റെ വാക്കുകൾ എങ്ങനെ വിലയിരുത്താം? ട്രംപിന്റെ നടപടികൾ വലിയ രീതിയിലുള്ള ഒരു സാഹചര്യം, വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇറാന്റെ ആ ഒരു നിലനിൽപ്പിനെ സംബന്ധിച്ച് ഉയർത്തിയത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അന്ത്യശാസനം നൽകിയ ഒരു സാഹചര്യം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് സ്വാഭാവികമായും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ അന്ത്യശാസനം പോലുള്ളൊരു മുന്നറിയിപ്പിനെ കാര്യമായി ഗവനിക്കാൻ ഇറാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് ഈ ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലമായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിൽ നേരത്തെ തന്നെ നടന്നിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ ആക്രമണം തുടങ്ങുന്നത് ഇസ്രയേലിൽ നിന്നായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഈ അടുത്ത ദിവസങ്ങളിലാണ് നടന്നത്. അമേരിക്കയിൽ തന്നെ വാഷിംഗ്ടണിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഈ സംഭവം കൃത്യമായി ചർച്ച ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ലോകത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം കൂടി അവിടെ നിന്നാണ് ഈ യുദ്ധത്തിന്റെ സാഹചര്യവും ആസൂത്രണവും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അവസാനഘട്ട ആസൂത്രണം ആരംഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തുടർന്ന് ഇപ്പൊ ജനുവരിയിൽ ചർച്ചകൾ നടന്നതിന് ശേഷം ജനീവയിലെ ചർച്ചകൾ കാര്യക്ഷമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെ നിലനിൽക്കുകയാണ്. ആണവ ഇന്ധനം തയ്യാറാക്കുന്നത് നിർത്തിവെക്കണം എന്ന നിലപാട്, അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്ന നിലപാട് ഒട്ടും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കം. ആ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആണവ സമ്പുഷ്ടീകരണത്തിന് തയ്യാറല്ല, അത് നിർത്തിവെക്കാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ട്രംപിനെ വളരെ ശക്തമായി ചൊടിപ്പിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ നീക്കത്തിന് കാരണം. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ചേർന്ന് ഈ ആക്രമണത്തിന് ഒരുങ്ങുകയായിരുന്നു. അതിശക്തമായ ആക്രമണം നടത്തുമെന്ന നിലപാട് തന്നെയാണ് അമേരിക്ക അറിയിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഈ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. തീർത്തും ആക്രമണങ്ങൾ നടന്നു, അല്ലെങ്കിൽ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തി എന്നത് വലിയ തോതിലുള്ള ആഘാതം അവിടെ സൃഷ്ടിക്കുന്നതിനുള്ള വഴി തുറന്നു എന്നതും ഒരു വസ്തുതാപരമായ വിഷയമായി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സർവനാശത്തിലേക്കുള്ള നീക്കം തന്നെയാണ് ട്രംപ് നടത്തുന്നത്. ഈ തിരിച്ചടി മുഴുവൻ നടത്തിയിരിക്കുന്നത് ഗൾഫ് മേഖലകളിലാണ്, ഗൾഫ് രാജ്യങ്ങളിലെ US വ്യോമത്താവളത്തിലാണ് എന്ന് ന്യായീകരിക്കാൻ വേണ്ടി പറയുമെങ്കിലും അവിടുത്തെ ഇപ്പൊ ബഹ്റിനിൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്സ് പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ബഹ്റിനിൽ ഇന്റീരിയർ മിനിസ്ട്രി സൈറൻസ് ആർ സൗണ്ടിങ് അക്രോസ് ദ കൺട്രി. വീണ്ടും അവിടെ വലിയ രീതിയിൽ തന്നെ സൈറണുകൾ മുഴങ്ങുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, US-ന്റെ തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ബഹ്റിനായാലും ശരി, UAE ആയാലും ശരി, ഖത്തർ ആയാലും കുവൈറ്റ് ആയാലും ഒക്കെ അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂസിൽ വലിയ രീതിയിൽ തന്നെ ത്രട്ടൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇറാൻ എത്രത്തോളം ന്യായീകരിക്കാൻ കഴിയും? ഞങ്ങൾ തിരിച്ചടിച്ചത് US-ന്റെ വ്യോമത്താവളങ്ങളിലേക്കല്ലേ എന്ന് ചോദിച്ചാൽ അതിന് എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റും? ഐസൺ, തീർച്ചയായും നമുക്ക് തീർച്ചയായും ഐസൺ പറയൂ, കേൾക്കാം. വ്യോമത്താവളങ്ങൾ തന്നെയാണ് കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ കൂടി വ്യോമത്താവളത്തിന്റെ പരിസരത്തെല്ലാം തന്നെ ആക്രമണത്തിന്റെ ആഘാതം നേരിടുന്നു എന്നത് മറ്റൊരു വെല്ലുവിളിയായി തന്നെ ഇറാൻ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, വ്യോമത്താവളങ്ങൾക്ക് ചുറ്റുമുള്ള പല കേന്ദ്രങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലൊക്കെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അപായങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ബഹ്റൈനിലൊക്കെ തീർത്തും ജനവാസ കേന്ദ്രങ്ങളിലാണ്, മലയാളികൾ പോലും താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് ആ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു മറ്റൊരു വെല്ലുവിളിയായി തന്നെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, വ്യോമത്താവളങ്ങൾ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്നതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമകേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് തീർച്ചയായും ഇറാന്റെ ആക്രമണം വ്യോമത്താവളങ്ങളെ കാര്യമായി ഏൽക്കാതിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ഉദൈദ എയർപോർട്ടിൽ നിന്നും
ഖത്തറിലെ ഉദൈദ എയർപോർട്ടിൽ നിന്നും ശക്തമായ B-52 ബോംബർ സംവിധാനങ്ങൾ വിന്യസിക്കാൻ ആരംഭിച്ചാൽ, അതുപോലെ തന്നെ നാവികസേനയുടെ കപ്പൽപ്പട, അതായത് അറബിക്കടലിൽ കൃത്യമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന, ഇറാനെ ലക്ഷ്യമിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന 12ഓളം കപ്പലുകൾ, അതിലേറ്റവും നിർണായകമായ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലും ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലും ഉൾപ്പെടുന്ന വലിയൊരു സഖ്യമാണത്. ആ സൈനിക വ്യൂഹമാണത്. ആ സൈനിക വ്യൂഹവുമൊക്കെ ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കും. നേരത്തെ തന്നെ പല വിദേശകാര്യ വിദഗ്ധരും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യപ്പെടുന്നത് അത്തരത്തിലായിരിക്കും. ഒരു പക്ഷേ അവസാന ഘട്ടത്തിൽ, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ജൂണിൽ നടന്ന ആക്രമണത്തിൽ അവസാന ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഇടപെടലുണ്ടായത്. ഒരു പക്ഷേ മധ്യഘട്ടത്തിലെങ്കിലും, അതായത് 4 ദിവസം നീണ്ടു നിൽക്കുന്നതിൽ ഒന്നാമത്തെയോ മൂന്നാമത്തെയോ ദിവസം തന്നെ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായേക്കാമെന്ന അത്തരം രീതിയിലുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ US-ന്റെ പിന്തുണയോടെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നിരിക്കുന്നു. ഇനി സംയുക്തമായ ആക്രമണമായിരിക്കും നടക്കുക. US-ന്റെ സൈനിക ശേഷി മുഴുവൻ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു നീക്കം കൂടി നടത്തുകയാണെങ്കിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് നേരത്തെ നടത്തിയ ആക്രമണത്തിന് സമാനമായി അതിശക്തമായ ആക്രമണങ്ങൾ ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ആണവ സമ്പുഷ്ടീകരിക്കാൻ ഉദ്ദേശിച്ച പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങൾ സൂക്ഷിച്ച പ്രദേശങ്ങളെല്ലാം തന്നെ കൃത്യമായും ഒരു പൊതുബന്ധമില്ലാത്ത രീതിയിൽ, അതായത് അവിടേക്ക് എത്തിപ്പെടാൻ സാഹചര്യമില്ലാത്ത രീതിയിൽ തകർത്ത് കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആണവ സ്ഫോടനത്തിന്റെ സാധ്യത ഉണ്ടാവുകയുമില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിന് ഉണ്ടാകാതെ സൂക്ഷിക്കാനും സാധിക്കും. അതേസമയം ആണവ സംവിധാനങ്ങൾ ചോർച്ച കൂടാതെ സുരക്ഷിതമായി നിലനിർത്താനും സാധിക്കും. ഈ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച് കൃത്യതയാർന്ന ഒരു മറുപടി നമുക്ക് ലഭ്യമാകും. എന്ത് തന്നെയായാലും ഇനി ആണവ സമ്പുഷ്ടീകരണം ഇറാൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് അസാധ്യമെന്ന കർശനമായ നിലപാട് അമേരിക്ക എടുക്കുകയും. ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് ഐസൻ, ഞാനത് പ്രേക്ഷകരിലേക്ക് കൂടി ഒന്ന് അറിയിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. നെതന്യാഹുവും ട്രംപും ഇറാനെതിരെ നടത്തുന്ന യുദ്ധം പൂർണ്ണമായും പ്രകോപനമില്ലാത്തതും നിയമവിരുദ്ധവുമായ, ഒരു അടിസ്ഥാനമില്ലാത്ത